ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് അത് സഞ്ജു സാംസൺ ആണ്. സഞ്ജുവിന്റെ സെഞ്ചുറിയാണ് ആരാധകർ ആഘോഷിക്കുന്നത്. ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് സഞ്ജു ആണ്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏകദിന പരമ്പര ഇന്ത്യ നേടി. സഞ്ജു ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര ലഭിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് സഞ്ജുവിനായിരുന്നു. പക്ഷേ സഞ്ജു അവാർഡ് വാങ്ങിച്ചതൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ 296 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇതിലെ മുഖ്യ പങ്ക് വഹിച്ചത് സഞ്ജു ആയിരുന്നു. സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് 108 റൺസാണ് അടിച്ചുകൂട്ടിയത്. രാഹുൽ അടക്കം എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിനെ ചുമലിലേറ്റി. സഞ്ജുവിന് ഇത് അവസാന അവസരമായിരുന്നു. ശരിക്കും സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. 5-ാം നമ്പറിലും 6-ാം നമ്പറിലുമാണ് സഞ്ജുവിനെ കളിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് രാഹുൽ സഞ്ജുവിനെ വൺ ഡൗൺ ഇറക്കി. അതുകൊണ്ട് തന്നെ സഞ്ജു സെഞ്ചുറിയും അടിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് സഞ്ജുവിനായിരുന്നു. എന്നാൽ സഞ്ജു ആ ഒരു അവാർഡ് ഹർഷദീപ് സിംഗിന് കൊടുത്തു. ഈ ഒരു സീരീസിൽ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ചത് ഹർഷദീപ് സിംഗ് ആണ്. സഞ്ജുവിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അവാർഡ് കിട്ടുന്നത്. എന്നിട്ട് സഞ്ജു അത് ഹർഷദീപ് സിംഗിന് കൊടുത്തു. സഞ്ജുവിന്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സഞ്ജുവിന്റെ ഈ ഒരു പ്രവൃത്തി മാത്രം മതി സഞ്ജു എത്ര നല്ലവനാണെന്ന് വ്യക്തമാകാൻ. ബാക്കിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരുപാട് മാൻ ഓഫ് ദി മാച്ച് കിട്ടാറുണ്ട്. എന്നാൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ തന്നെ അവസരം കിട്ടുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. അങ്ങനെയുള്ള സഞ്ജുവിന് മാൻ ഓഫ് ദി മാച്ച് കിട്ടാൻ വളരെ പാടാണ്. എന്നിട്ട് സഞ്ജു അത് മറ്റൊരു പ്ലെയറിനെ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും സഞ്ജു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. സഞ്ജു വിമർശകരോടെ വായടപ്പിച്ചിരിക്കുകയാണ്. ഇനി BCCIക്ക് സഞ്ജുവിനെ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. സഞ്ജു കഴിവ് തെളിയിച്ചു. അല്ലെങ്കിലും സഞ്ജുവിനെ നേരത്തെ ഇറക്കിയാൽ സഞ്ജു അടിച്ചു കളിക്കും. സഞ്ജുവിനെ ആവശ്യമില്ലാത്തൊരു പ്ലെയറെ പോലെ ഇറക്കിയാൽ സഞ്ജുവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ സെഞ്ചുറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.